ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. രാവിലെ തന്നെ ദാ മക്കളെയൊക്കെ കൂട്ടിയിട്ട് അമ്പലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി അമ്പലത്തേക്കൊക്കെ ഒന്ന് വരണം എന്നിങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ കർക്കിടക മാസമായിട്ട് ഇതുവരെ അമ്പലത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്നും ഇങ്ങനെ അമ്പലത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കണമെങ്കിലും കൂടിയിട്ട് രാവിലെ ആകുമ്പോൾ നല്ല മഴയാവും കേട്ടോ. അപ്പോൾ നല്ല മടി വരും. മഴയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മഴയായാലും വെയിലായാലും വേണ്ടിയില്ല, ഇന്ന് എന്തായാലും അമ്പലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് അമ്പലത്തേക്ക് വന്നിട്ടുണ്ട്. വല്ലുക്കുട്ടനില്ല, ബാലുക്കുട്ടനുണ്ട്, ലച്ചുമോളുണ്ട്, കുഞ്ഞിക്കിളിയും പൈങ്കിളിയും അശ്വതിയും ഞാനും അങ്ങനെ ഞങ്ങൾ 6 ആളും കൂടിയിട്ടാണ് അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വഴിപാടൊക്കെ എഴുതി വെച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്കളിതാ പുറത്തൊരു ഹനുമാൻ സ്വാമീൻ്റെ പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് 3 ആളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ തൊഴുത് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അവരിതാ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി കയറുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുളപ്പാട് ക്ഷേത്രം. ഞങ്ങളിവിടെയാണ് അധികം അമ്പലത്തേക്ക് വരാറുള്ളത്. കുറച്ച് അടുത്തായിട്ട് ഉള്ള അമ്പലം ഏതാണെന്ന് ചോദിച്ചാൽ കുളപ്പാട് ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും സങ്കടവും സന്തോഷവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ പങ്കുവയ്ക്കൽ. പിന്നെ അടുത്തുള്ള ക്ഷേത്രം കാർച്ചാലാണ്. അപ്പോൾ കുറച്ച് അധികം ദൂരം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലാണ് കേട്ടോ അങ്ങോട്ടൊക്കെ പോകൽ. അധികം ഇങ്ങോട്ടാണ് വരാറുള്ളത്. ഹനുമാൻ സ്വാമിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ലച്ചുമോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ പ്രാർത്ഥിച്ച് കയറിയതാണ്, എന്നാലും ഞാൻ ഇറങ്ങണത് കണ്ടിട്ട് അവളും എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേക്കിലായിട്ട് പുഴയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ പുഴയൊക്കെ നോക്കി നിന്ന് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ, കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ലച്ചുമോളോട് ഇതാ ഒരു വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ അവളിതാ നല്ല ഉഷാറായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ വീട്ടിലെത്തി ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ സ്കൂൾ പറഞ്ഞയച്ചതിന് ശേഷം ഞാനും ഏട്ടനും ഇതാ നിലമ്പൂർ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കനോലി പ്ലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നല്ല രസമാണ് ഇതിലിങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. ഒരുപാട് മരങ്ങളും ചുറ്റുഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ പറയുക വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എനിക്കിതിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടാറുള്ളത്. മനസ്സിന് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ എന്തെങ്കിലും സങ്കടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇതിലൊന്നിങ്ങനെ യാത്ര ചെയ്താൽ എനിക്കെന്തോ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങടാന്ന് പോണേ വെച്ചാൽ വീടിൻ്റെ അടിപ്പണി എടുക്കാനായിട്ട് ഇങ്ങനെ ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടൈലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവണമല്ലോ വിചാരിച്ചിട്ട് വേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ കറങ്ങി തിരിഞ്ഞ് ഇതാ ഞങ്ങൾ എടക്കര എത്തിയിട്ടുണ്ട്. എടക്കര ഒരു ഷോറൂമിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാവരും നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്.
അപ്പോൾ എനിക്കാണെങ്കിലോ നല്ല വില പിടിച്ച സാധനങ്ങളാണ് കേട്ടോ കണ്ണിൽ പിടിക്കുന്നത്. എന്തായാലും അവിടെ ടൈലും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. എന്താ പറയുക, ഒക്കെ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി സെറ്റായി വന്നപ്പോഴേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് സെറ്റായി വീടിൻ്റെ പണി പെട്ടെന്ന് തീർന്ന് കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ചോറ് കഴിക്കാൻ കയറിയപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചേ മതിയാവും. അപ്പോൾ അതാ ഞങ്ങളൊരു മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ട്. തിരിച്ചതാ നിലമ്പൂർ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കൂട്ടം ആൺകുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. വണ്ടി കുറച്ച് മുന്നേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി വീണ്ടും ഇങ്ങനെ തിരിച്ച് വന്നിട്ടാണ് അവരെ വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാ ഞങ്ങൾ ഓടായിക്കൽ എത്തിയിട്ടുണ്ട്. ഓടായിക്കൽ എത്തിയതാ മക്കൾക്ക് വൈകുന്നേരം ചായക്ക് കടി വാങ്ങുകയാണ്. അപ്പോൾ ചായക്ക് കടിയൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോഴേക്കും മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്ത് ഞാനും ഏട്ടനും ഇതാ വൈകുന്നേരം ചായക്ക് കടി എന്തായാലും നിർബന്ധമാണ് വീട്ടിൽ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചക്ക കൂട്ടാൻ വെക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പുതിയ വീടെടുക്കണതിൻ്റെ തൊട്ട് ബേക്കിലായിട്ടൊരു വലിയൊരു പറമ്പുണ്ട്. അപ്പോൾ ആ പറമ്പിൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചാണ് വന്നിട്ടുള്ളത്. ചെറുത് മതിയേ, ചെറുത് മതി. ചക്കയൊക്കെ കൊണ്ടുതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കേനെ ഒരു 3-4 കഷ്ണമാക്കിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ചുളയും കാര്യങ്ങളൊക്കെ പറിച്ചെടുക്കട്ടെ. ചക്ക കൂട്ടാൻ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ചക്ക പഴുത്തതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ മക്കൾക്കും തന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ചക്കയൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഇതാ നല്ല മൂത്ത ചക്കയാണ് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചക്കയിൽ വെള്ളം കയറിയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചക്ക നല്ല ചക്കയായിരുന്നു. അപ്പോൾ ചുളയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അവരോരോ ചുള എടുത്ത് പോകുന്നുണ്ട്. ചക്കേൻ്റെ ചോളയൊക്കെ പറിച്ച് എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഒന്നങ്ങോട്ട് കീറിയെടുത്തിട്ടുള്ളൂ. പിന്നെ അതാ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ചക്ക വൈകുന്നേരം ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പോൾ ചക്ക ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നതാണ് എനിക്കിഷ്ടം. അതാ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യം എരിവുള്ള മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാളികേരം കൂടി ചതച്ചെടുക്കണം. നാളികേരത്തിൽ കുറച്ച് നല്ല ജീരകവും 1-2 വെളുത്തുള്ളിയും ചെറുള്ളിയും കൂട്ടിയിട്ട് അങ്ങോട്ട് ചതച്ചെടുക്കും കേട്ടോ. അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ നല്ല ഉഷാറായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. ഇതൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.